ഭദ്ര, നിന്നെ പിടിക്കാൻ പോലീസ് വരുന്നു. ജാനകിയെ കൊന്ന കുറ്റത്തിന് നിന്നെ അറസ്റ്റ് ചെയ്യും. ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എവിടെങ്കിലും പോയി രക്ഷപ്പെടും. കൊച്ചമ്മേ, കല്യാണിക്ക് പ്രസവവേദനയാണ്. ഞാനിപ്പോൾ പോയ അവരെ ഞാൻ നോക്കിക്കോളാം. ഇതിരിക്കട്ടെ. കൊച്ചമ്മേ, ഞാൻ... അയ്യോ, അവരിങ്ങ് എത്തിക്കഴിഞ്ഞു. കൊച്ചമ്മേ, ഞാനെന്ത് വേണം? ഇനി വരൂ. ഇങ്ങോട്ട് കയറിക്കോളൂ. അയ്യോ, ഒന്ന് വേഗം കയറൂ. ഇതാണ് സാർ. നീ ഇവിടെ? കല്യാണിക്ക് പ്രസവവേദനയാണ്. സഹായത്തിന് മറ്റാരുമില്ല. ഇത് ഭദ്രന്റെ വീടല്ലേ? അവനോട് പുറത്തേക്ക് വരാൻ പറ. ഭദ്രൻ ഇവിടെ ഇല്ല. അകത്ത് കയറി പരിശോധിക്കാം. അയ്യോ, അകത്തൊരു സ്ത്രീ പ്രസവിക്കാൻ കിടക്കുന്നു. പുരുഷന്മാർ അകത്ത് കിടക്കാൻ പാടില്ല. മാധവി, പോലീസ് ജോലി കിട്ടിയോ? അയ്യോ, അമ്മേ, എന്റെ അമ്മേ. എന്നാ നമുക്ക് പൊക്കൂടെ സാറേ? എങ്ങനെ പോകാനാ? ഭദ്രൻ കൊലപാതകയാണ്. അയ്യോ, അമ്മ, അയ്യോ, എവിടെങ്കിലും പോയി രക്ഷപ്പെടും. ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം. കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചോളാം. വേണ്ട കൊച്ചമ്മേ, എന്റെ കുഞ്ഞിനെ ഇങ്ങ് തരൂ. അന്ന് മുതൽ ഞാനും എന്റെ മകൾ സുശീലയും കാട്ടിൽ ഒളിച്ചു കഴിയുകയാണ്. കാട്ടിലെങ്കിലും എന്നെ ജീവിക്കാൻ വിട്ട മാധവി കൊച്ചമ്മയെ ആ ദുഷ്ടൻ കൊന്നുവെന്ന് ബാബുമോൻ പറഞ്ഞു കേട്ടപ്പോൾ അവനെ കൊല്ലാനായി ഞാൻ മണിമംഗലത്തെത്തി. ആശുപത്രിയിൽ അപകടാവസ്ഥയിൽ കിടന്നിരുന്ന മാധവി കൊച്ചമ്മയെ വകവരുത്താനായി അയാളപ്പോൾ ഗൂഢാലോചന നടത്തുകയായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പാഞ്ഞെത്തി. വിളക്കണിഞ്ഞ നേരം കൊണ്ട് കൊച്ചമ്മയെ ഞാൻ കടത്തിക്കൊണ്ടുപോന്നു. ഭദ്രൻ പറഞ്ഞതെല്ലാം സത്യമാണ് മോനെ. ഞാനിതെല്ലാം പോലീസിൽ പറയും. എനിക്കെന്ത് സംഭവിച്ചോട്ടെ. മണിമംഗലത്ത് ഗോപാലനാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് മാധവി കൊച്ചമ്മ പോലീസിൽ ഏറ്റു പറയാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. നേരാണോ അച്ഛാ? അവേ മോളെ, കൊച്ചമ്മയ്ക്ക് എണീച്ച് നടക്കാൻ വയ്യാത്തത് കൊണ്ട് പോലീസിനെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി ബാബു അവർക്ക് ഫോൺ ചെയ്യാൻ പോയിരിക്കുകയാണ്. എല്ലാം എന്റെ നേർച്ച കൊണ്ടാണ് അച്ഛാ. മലങ്കാവിൽ അമ്മ എന്നെ കൈവിടില്ല. മോളെ, അമ്മയ്ക്ക് നീ എന്താണ് നേർന്നത്? ഞാൻ എന്നെ തന്നെ കൊടുക്കാൻ നേർന്നിരിക്കുകയാണ് അച്ഛാ. മോളെ, അങ്ങനെ അറം പറ്റുന്ന വാക്കുകളൊന്നും പറയരുത്. അയ്യോ, അച്ഛൻ പേടിച്ചു പോയോ? പാവം ബാബുവേട്ടൻ എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നാൽ മലങ്കാവിൽ അമ്മയ്ക്ക് ഞാനൊരു മുടിയേറ്റ് നേർന്നിട്ടുണ്ടച്ചാ. ഹോസ്പിറ്റലിൽ നിന്നും കാണാതായ നിങ്ങളുടെ ഭാര്യ മാധവി മരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് കിട്ടിയ ഫോൺ സന്ദേശം. അല്ല, മാധവി കൊച്ചിനെ കൊന്നു. ഞാനാണ് പറയുന്നത്. ഞാനാണ് അന്വേഷിച്ചത്. ഈ കണക്കിന് മാധവി എന്റെ ഭാര്യ അല്ലെന്ന് പോലും നിങ്ങൾക്ക് വിവരം ലഭിച്ചേക്കും കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ബാബു ഇന്ന് പോലീസിൽ സറണ്ടർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതെ, തെന്മലയിൽ കാളിക്ഷേത്രത്തിന് മുമ്പിൽ എത്താനാണ് അയാൾ ഫോൺ ചെയ്തിരുന്നത്. ജീവിച്ചിരിക്കുന്ന മാധവിയെ കാണിച്ചു തരാമെന്നും അയാൾ ഏറ്റിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത്? ഞാനിപ്പോൾ ഒന്നും ഉറപ്പ് പറയുന്നില്ല. പക്ഷേ ഒരു നല്ല ന്യൂസ് നിങ്ങൾക്ക് തരാൻ സാധിച്ചേക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനാകട്ടെ. ശരി, ബൈ ബൈ.
അയ്യോ, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ വിട്ടേക്കണം. ഞാൻ നിന്നെ രക്ഷിക്കണം. അതെ, മാധവി കൊച്ചമ്മ ജീവിച്ചിരിപ്പുള്ള വിവരം സാർ ആരോടും പറയരുത്. കാരണം അന്നൊരിക്കൽ മാധവി കൊച്ചമ്മയെ ആശുപത്രിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞുവെന്ന് എനിക്ക് ഗോപാലൻ മുതലായിട്ട് കള്ളം പറയേണ്ടി വന്നു. ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ ആ ദുഷ്ടനെന്നെ കഷണം കഷണമായി അരിഞ്ഞുകളയും. ഇക്കാര്യത്തിൽ എനിക്കെങ്ങനെ തന്നെ സഹായിക്കാൻ കഴിയും? മാധവമ്മയെ കുറിച്ചുള്ള വിവരം പോലീസ് അറിഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കഴിയേണ്ടി വരും. സത്യം എന്തായാലും ആ ദ്രോഹി ഗോപാലൻ മുതലാളി എന്നെയോ നിങ്ങളെയോ കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ കാത്തിരിക്കുകയാണ്. അവൻ ദുഷ്ടനാണ്. അവൻ എത്രയോ പാതകങ്ങൾ ചെയ്തിരിക്കുന്നു. ഇനി എന്തു ചെയ്യാനും നന്ദി കെട്ട പറ്റി. ഇനിയിപ്പോൾ മാധവി എവിടെയാണെന്ന് എന്നോട് പറയാമല്ലോ. അത് പറയേണ്ടവർ ഇപ്പോഴെവിടെ എത്തും? അവരോട് പറഞ്ഞോളാം. എത്തില്ലടാ. അതിനുള്ള വഴിയൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നോട് പറയുന്നതാണ് നിനക്ക് നല്ലത്. വയസ്സായില്ലേ, ഇനിയെങ്കിലും ഈ ഭീഷണിയൊക്കെ നിർത്തിക്കൂടെ? അതിന്റെ അർത്ഥം നീ പറയില്ലെന്നാണ് അല്ലേ? പറയിക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് ഭംഗി. എന്നാൽ അത് തന്നെ നമുക്കൊന്ന് കണ്ടുകളയാവടാ. കൊണ്ടുപോടാ. കാറിന് മുമ്പ് ബലാസംഗം. സാറേ, ഇത് കൂട്ടായി ചേർന്ന ഒരു കൃത്യമാണ്. വകുപ്പ് 307 അല്ലെങ്കിൽ 8 കേസെടുക്കാം. ഒന്ന് വേഗം പിടിച്ച് മാറ്റണോ? കേസ് വേണ്ടേ? ചെല്ലേ. ഓ, ഇതൊക്കെ ഞാൻ പൊക്കിത്തരായമാനെ. ഇനി ഞാൻ സമയം തരാം. പറയൂ, മാധവി എവിടെ? പറയില്ല അല്ലേ? നിമിഷങ്ങൾക്കകം നീ ഇവിടെ ചാമ്പലാകും. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം മാധവി എവിടെയാണെന്ന് പറയുന്നതാണ്. പറയില്ലടാ. അപ്പോൾ നീ പറയില്ല അല്ലേടാ? അയ്യോ, നിർത്തോ, നിർത്തോ. അയ്യോ, അദ്ദേഹത്തെ ഉപദ്രവിക്കല്ലേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലേ? മാധവി എവിടാണെന്ന് നിനക്കറിയാമോ? അറിയാം. സുശീലേ, പറയൂ. അരുത്, പറയരുത്. അയ്യോ, വേണ്ട, എന്റെ കൂടെ വരൂ. ഞാൻ കാണിച്ചു തരാം. അവളെവിടെ? പറയേ, അവളെവിടെ? സുശീലേ, എനിക്കവർ നിങ്ങളെക്കാളും വലുതല്ല. വരൂ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ നിൽക്കൻ. ഇവൾ പറയുന്നത് സത്യമാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടീ, എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ കളി തീക്കളിയാവും. നടക്ക. ഞാൻ വരുന്നതിനകം ഇവനെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ അറിയാമല്ലോ. നടക്കൈ, നടക്കൈ.